മന്ത്രിസഭാ രൂപീകരണത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയ ജില്ല ഉറപ്പായും പറയാം കോഴിക്കോട് എന്ന്. UDFന് നല്ല പിന്തുണയാണ് ഇത്തവണ നൽകിയത് കോഴിക്കോട് ജില്ലയിലെ ജനങ്ങൾ. അതിന് പ്രതിഫലം നൽകിയില്ല UDF. 13 സീറ്റാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. അതിൽ 12ലും UDF ജയിച്ചു വന്നിരുന്നു. പക്ഷേ ഒരു മന്ത്രിസ്ഥാനം പോലും നൽകിയില്ല. 2 മന്ത്രിസ്ഥാനം നൽകാമായിരുന്നു. ഒന്ന് K ജയന്തിന്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ MLA ആയ പാറയ്ക്കൽ അബ്ദുള്ളക്ക്. K ജയന്ത് കോൺഗ്രസിൻ്റെ MLA ആണ്. രണ്ടുപേരെയും പരിഗണിച്ചില്ല. പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് 2ാം ടേമിൽ മന്ത്രിസ്ഥാനം കൊടുക്കും എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും മുസ്ലിം ലീഗ് നേതാക്കൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് രഹസ്യമാണ് എന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ടേം പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്ന ഒരു പരാതി UDFന് കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് ആദ്യത്തെ ടേം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ 2ാം ടേമിൽ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കിലെടുത്തായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും അത് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നീടുള്ളത് കോൺഗ്രസ് നേതാവായ K ജയന്താണ്. K ജയന്തിന് വേണ്ടി K സുധാകരൻ രംഗത്ത് വന്നിരുന്നു. പരമാവധി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ നടന്നില്ല. K ജയന്തും തള്ളിപ്പോയി. എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയോട് പൂർണ്ണ അവഗണന. കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ചെറിയ പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ഓഫീസിന് മുന്നിൽ, കോഴിക്കോട് ഓഫീസാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ, അതിന് മുന്നിൽ ചില പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാണ് പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് പറയാൻ കഴിയില്ല. കോഴിക്കോട് ജില്ലയെ തഴയാൻ മാത്രം ഗഫൂറിൻ്റെ മെറിറ്റ് എന്ത്? ഇതാണ് ചോദ്യം. കോഴിക്കോട് ജില്ലയെ തഴയാൻ മാത്രം ഗഫൂറിൻ്റെ മെറിറ്റ് എന്ത്? 6ൽ 6 നേടി കോഴിക്കോട് ജില്ലയെ തഴയാൻ മാത്രം അയോഗ്യത എന്ത് എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ലീഗ് ഓഫീസിന് മുന്നിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബ്ദുൾ ഗഫൂർ എന്ന VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ, കളമശ്ശേരി MLA, പുതുമുഖമാണ്. അദ്ദേഹത്തിന് എന്തിന് മന്ത്രിസ്ഥാനം നൽകി എന്ന ചോദ്യമാണ് ഉയർന്നത്. ലീഗിനകത്ത് തന്നെ ആ ചോദ്യം ഉയർന്നിരുന്നു. സാധാരണ അത്തരം ചോദ്യങ്ങളൊന്നും ലീഗിനകത്ത് ഉയരാറില്ല, പ്രതിഷേധങ്ങളൊന്നും ഉയരാറില്ല. പാണക്കാട് സാദിഖലി തങ്ങൾ തീരുമാനം പറഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിച്ച് പിരിഞ്ഞു പോവുകയാണ് പതിവ്. ചിലപ്പോൾ ഒരു ബിരിയാണി കൂടി കഴിച്ചിട്ട് പിരിഞ്ഞു പോകും എന്നേയുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ലീഗിനകത്ത് പ്രതിഷേധം ഉയർന്നു. എന്തിനാണ് V അബ്ദുൾ ഗഫൂറിന് മന്ത്രിസ്ഥാനം നൽകുന്നത്? അദ്ദേഹം ലീഗിലും പുതുമുഖമാണ്, MLA എന്ന നിലയിലും പുതുമുഖമാണ്. VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ എന്ന ഒരൊറ്റ കാരണത്താൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത്. അതിനു പകരം എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ പാറയ്ക്കൽ അബ്ദുള്ളയെ പരിഗണിച്ചില്ല എന്ന ചോദ്യമാണ് ലീഗ് നേതാക്കൾ തന്നെ ഉയർത്തുന്നത്. ആ ചോദ്യത്തിൽ കഴമ്പുണ്ട്. എന്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ മറുപടി പറയുന്നത്? മധ്യ കേരളത്തിൽ, അതോടൊപ്പം തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് ഒരു പ്രതിനിധി വേണം. അതുകൊണ്ടാണ് V അബ്ദുൾ ഗഫൂറിനെ മന്ത്രിയാക്കിയത് എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. എന്നാൽ അത് അത്ര ദഹിച്ചിട്ടില്ല മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക്. മലപ്പുറം ജില്ലയിൽ മൊത്തം മന്ത്രിമാർ കേന്ദ്രീകരിച്ചു എന്ന വിമർശനം പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ മറ്റു ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ല. മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയെയും അവഗണിച്ചു മുസ്ലിം ലീഗ് എന്ന വിമർശനം വരുന്നുണ്ട്. AKM അഷ്റഫിന് മന്ത്രിസ്ഥാനം നൽകാമായിരുന്നു. വൻ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ അദ്ദേഹം ജയിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയില്ല. കാസർഗോഡ് ജില്ലയെയും അവഗണിച്ചു UDF. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ജില്ലകളെ, മലപ്പുറം ഒഴികെ, അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിനകത്ത് തന്നെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബ്ദുൾ ഗഫൂറിൻ്റെ മന്ത്രിസ്ഥാനം ചോദ്യം ചെയ്തുകൊണ്ട് ലീഗിനകത്ത് നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നത് ലീഗിനെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണ്.